എഡ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് ഒരു മുൻകാല ചോദ്യപേപ്പറാണ്. ചോദ്യപേപ്പർ കോഡ് 11/2018. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം വരുന്നത് കേന്ദ്ര IT പരിസ്ഥിതി വകുപ്പ് സഹമന്ത്രി. കേന്ദ്ര IT പരിസ്ഥിതി വകുപ്പ് സഹമന്ത്രി ആരെന്നതാണ് ചോദ്യം. ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യനാണ്. നിലവിൽ കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവാണ്. ജിതിൻ പ്രസാദയാണ് IT സഹമന്ത്രി. ഭൂപിന്ദർ യാദവാണ് കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് മന്ത്രി. കീർത്തിവർദ്ധൻ സിംഗ് പരിസ്ഥിതി വകുപ്പ് സഹമന്ത്രി. അടുത്ത ചോദ്യം, ദ മാസ്റ്റർ ആസ് ഐ സോ ഹിം ആരെക്കുറിച്ചുള്ള പുസ്തകമാണ്? ദ മാസ്റ്റർ ആസ് ഐ സോ ഹിം ആരെക്കുറിച്ചുള്ള പുസ്തകമാണ്? ഓപ്ഷൻ എ സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദനെ കുറിച്ചുള്ള പുസ്തകമാണ് ദ മാസ്റ്റർ ആസ് ഐ സോ ഹിം. ഹിമാലയത്തിൻ്റെ നട്ടെല്ല്, ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ഹിമാദ്രി. ഹിമാദ്രിയാണ് ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത്? ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത്? ഓപ്ഷൻ ഡി കൃഷി. കൃഷിക്കായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത്. 2017 ഓഗസ്റ്റിൽ കൈക്കൂലി കേസിൽ പിടിയിലായ സാംസങ് വൈസ് ചെയർമാൻ. 2017 ഓഗസ്റ്റിൽ കൈക്കൂലി കേസിൽ പിടിയിലായ സാംസങ് വൈസ് ചെയർമാൻ? ഓപ്ഷൻ ബി ലീ ജെയോങ്. ലീ ജെയോങ് ആണ് 2017 ഓഗസ്റ്റിൽ കൈക്കൂലി കേസിൽ പിടിയിലായ സാംസങ് വൈസ് ചെയർമാൻ. ഒറ്റയാനെ കണ്ടെത്തുക. നെല്ല്, ചോളം, ചണം, ഗോതമ്പ് ഇവയിൽ ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ സി ചണം. ചണമാണ് തന്നിരിക്കുന്നവയിൽ ഒറ്റയാൻ. സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന സ്ഥലം? ഓപ്ഷൻ എ അഹമ്മദാബാദ്. അഹമ്മദാബാദിലാണ് സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ. മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി ടെസ്സി തോമസ്. ടെസ്സി തോമസ് ആണ് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പട്ടികജാതി പട്ടികവർഗ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ നൽകാനുള്ള കേരള സർക്കാർ പദ്ധതി. പട്ടികജാതി പട്ടികവർഗ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ നൽകാനുള്ള കേരള സർക്കാർ പദ്ധതിയുടെ പേര്? ഓപ്ഷൻ ബി വിദ്യായാത്ര. വിദ്യായാത്രയാണ് പട്ടികജാതി പട്ടികവർഗ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ നൽകാനുള്ള കേരള സർക്കാർ പദ്ധതി. ലോകത്ത് ആദ്യമായി ATM സ്ഥാപിച്ചത് ഏത് ബാങ്കാണ്? ലോകത്ത് ആദ്യമായി ATM സ്ഥാപിച്ചത് ഏത് ബാങ്കാണ്? ഓപ്ഷൻ സി ബാർക്ലേസ്. ബാർക്ലേസ് ബാങ്കാണ് ലോകത്ത് ആദ്യമായി ATM സ്ഥാപിച്ചത്. കൊച്ചി മെട്രോ റെയിൽ സംവിധാനം ഇന്ത്യയിലെ എത്രാമത്തേതാണ്? കൊച്ചി മെട്രോ റെയിൽ സംവിധാനം ഇന്ത്യയിലെ എത്രാമത്തേതാണ്? ഓപ്ഷൻ ബി 8. കൊച്ചി മെട്രോ റെയിൽ സംവിധാനം ഇന്ത്യയിലെ 8ാമത്തെ മെട്രോ സംവിധാനമാണ്. 2017 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യ ആരോടാണ് പരാജയം ഏറ്റുവാങ്ങിയത്? 2017 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യ ആരോടാണ് പരാജയം ഏറ്റുവാങ്ങിയത്? ഓപ്ഷൻ ബി പാകിസ്ഥാൻ. പാകിസ്ഥാനോടായിരുന്നു 2017 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യ പരാജയം ഏറ്റുവാങ്ങിയത്. 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യയാണ്. ഫൈനലിൽ ന്യൂസിലാൻഡിനെയാണ് പരാജയപ്പെടുത്തിയത്. ഇന്ത്യയിലെ വാനമ്പാടി എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ സി സരോജിനി നായിഡു. സരോജിനി നായിഡു ആണ് ഇന്ത്യയിലെ
വാനമ്പാടി എന്നറിയപ്പെടുന്നത്? ബ്രഹ്മപുത്ര നദി ഉദ്ഭവിക്കുന്നത് ഓപ്ഷൻ ബി മാനസ സരോവർ. മാനസ സരോവറിൽ നിന്നാണ് ബ്രഹ്മപുത്ര നദി ഉദ്ഭവിക്കുന്നത്. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്രവർഗ കലാപം. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്രവർഗ കലാപമാണ് ഓപ്ഷൻ ഡി സാന്താൾ കലാപം. സാന്താൾ കലാപമാണ് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിൽ നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഗോത്രവർഗ കലാപം. ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം. ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യനാണ്. ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം ന്യൂഡൽഹിയിലെ രബീന്ദ്ര ഭവനാണ്. കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം തൃശ്ശൂർ ജില്ലയിലെ ചെമ്പൂക്കാവാണ്. എടക്കൽ ഏത് ശിലായുഗത്തിന് ഉദാഹരണമാണ്? എടക്കൽ ഏത് ശിലായുഗത്തിന് ഉദാഹരണമാണ്? ഓപ്ഷൻ ബി നവീന ശിലായുഗം. നവീന ശിലായുഗത്തിന് ഒരു ഉദാഹരണമാണ് എടക്കൽ. കൊല്ലം തേനി ദേശീയപാത തന്നിരിക്കുന്നവയിലേതാണ് കൊല്ലം തേനി ദേശീയപാത? ഓപ്ഷൻ ഡി NH 220. NH 220 തന്നിരിക്കുന്നവയിൽ കൊല്ലം തേനി ദേശീയപാത. ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റാണ് ഓപ്ഷൻ സി രാധാകാന്തദേബ്. രാധാകാന്തദേബാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ അസോസിയേഷൻ്റെ ആദ്യത്തെ പ്രസിഡന്റ്. മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന മഹാൻ ഓപ്ഷൻ ഡി IK കുമാരൻ മാസ്റ്റർ. IK കുമാരനാണ് മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്ന മഹാൻ. 2014 രൂപം കൊണ്ട സംസ്ഥാനം ഓപ്ഷൻ ഡി തെലുങ്കാനയാണ് 2014 രൂപം കൊണ്ട സംസ്ഥാനം. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം ലക്ഷ്യമാക്കിയുള്ള കമ്മീഷൻ. സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം ലക്ഷ്യമാക്കിയിട്ടുള്ള കമ്മീഷൻ ഓപ്ഷൻ ബി ഡോക്ടർ ലക്ഷ്മണസ്വാമി മുതലിയാർ കമ്മീഷനാണ് സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ചുള്ള പഠനം ലക്ഷ്യമാക്കിയുള്ള കമ്മീഷൻ. 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള വലിയ നഗരം തന്നിരിക്കുന്നവയിൽ 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള വലിയ നഗരം അറിയപ്പെടുന്നത് ഓപ്ഷൻ എ മെട്രോപൊളിറ്റൻ നഗരം എന്നാണ് 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള വലിയ നഗരം അറിയപ്പെടുന്നത്. ആനമുടി കൊടുമുടി ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ സി ഇടുക്കി ജില്ലയിലാണ് ആനമുടി കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. മീറ്റർ ഗേജ് പാളങ്ങൾ തമ്മിലുള്ള അകലം എത്രയാണ്? ഓപ്ഷൻ ഡി 1 മീറ്റർ. 1 മീറ്ററാണ് മീറ്റർ ഗേജ് പാളങ്ങൾ തമ്മിലുള്ള അകലം. കാറൽ മാക്സ് തന്നിരിക്കുന്നവയിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് സമ്പത്തിനെക്കുറിച്ചുള്ള പഠനം, തൊഴിലാളികൾക്ക് പ്രാധാന്യം, മനുഷ്യക്ഷേമം, അതിരില്ലാത്ത ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും. കാറൽ മാക്സ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ ബി തൊഴിലാളികൾക്ക് പ്രാധാന്യം. ഉപഭോക്തൃ സംരക്ഷണ നിയമം പാസ്സായത് ഓപ്ഷൻ എ 1986. 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം പാസ്സാക്കപ്പെട്ടത്. കൈഗ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻ സി കർണാടകയിലാണ് കൈഗ ആണവോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നത്.
ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്ക്. ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്കാണ് ഓപ്ഷൻ എ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാനാണ് ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്ക്. കേരളത്തിലെ കേന്ദ്ര തെങ്ങ് ഗവേഷണ കേന്ദ്രം. കേരളത്തിലെ കേന്ദ്ര തെങ്ങ് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ഓപ്ഷൻ ഡി കായംകുളം. കായംകുളത്താണ് കേരളത്തിലെ കേന്ദ്ര തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിച്ചത്. ഏത് വർഷമാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിച്ചത്? ഓപ്ഷൻ ബി 1818. 1818 ഇന്ത്യയിൽ ആദ്യത്തെ ഇൻഷുറൻസ് കമ്പനി സ്ഥാപിച്ചത്. രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൻ്റെ പിതാവ്. രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൻ്റെ പിതാവ് ഓപ്ഷൻ സി അരിസ്റ്റോട്ടിൽ. അരിസ്റ്റോട്ടിലാണ് രാഷ്ട്രതന്ത്രശാസ്ത്രത്തിൻ്റെ പിതാവ്. താഴെ പറയുന്നവയിൽ ഏത് സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത്? ലോക്പാൽ പരിവർത്തൻ, മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ, അണ്ണാ ഹസാരെ. പറയുന്നവയിൽ ഏത് സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത്? ഓപ്ഷൻ സി മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന സംഘടനയുടെ പ്രവർത്തനങ്ങളാണ് വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത്. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച സംസ്ഥാനമാണ് ഓപ്ഷൻ എ കേരളം. കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച സംസ്ഥാനം. സാധുജന പരിപാലന സംഘ സ്ഥാപകൻ. സാധുജന പരിപാലന സംഘ സ്ഥാപകൻ ഓപ്ഷൻ ഡി അയ്യങ്കാളി. അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന നഗരം. കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന നഗരം ഓപ്ഷൻ സി മുംബൈ. മുംബൈയാണ് കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന നഗരം. 1953 ഗവൺമെൻറ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയമിച്ചു. കമ്മീഷൻ ചെയർമാൻ. 1953 ഗവൺമെൻറ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയമിച്ചു. കമ്മീഷൻ ചെയർമാനായിരുന്നത് ഓപ്ഷൻ ബി ഫസൽ അലി. ഫസൽ അലി ആയിരുന്നു 1953 ഗവൺമെൻറ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിയമിച്ച കമ്മീഷൻ ചെയർമാനായിരുന്നത്. ലണ്ടൻ മിഷൻ സൊസൈറ്റി LMSൻ്റെ പ്രവർത്തന മേഖല. ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല ഓപ്ഷൻ എ തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ പ്രവർത്തന മേഖല. സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട മോഹൻജൊദാരോവിൽ ഉത്ഖനനം നടത്തിയത് ആര്? സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട മോഹൻജൊദാരോവിൽ ഉത്ഖനനം നടത്തിയത് ആരാണ്? ഓപ്ഷൻ ഡി RD ബാനർജി. RD ബാനർജിയാണ് സിന്ധു നദീതട സംസ്കാരവുമായി ബന്ധപ്പെട്ട മോഹൻജൊദാരോവിൽ ഉത്ഖനനം നടത്തിയത്. ശൂന്യവേള അഥവാ 0 അവറിൻ്റെ തുടക്കം. ശൂന്യവേളയുടെ തുടക്കം ഓപ്ഷൻ സി 12 മണി. ശൂന്യവേള അഥവാ 0 അവറിൻ്റെ തുടക്കം 12 മണിയാണ്. ആത്മാനുതപം പ്രസിദ്ധീകരിച്ചത് ആര്? ആത്മാനുതപം പ്രസിദ്ധീകരിച്ചത് ഓപ്ഷൻ എ കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് ആത്മാനുതപം പ്രസിദ്ധീകരിച്ചത്. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ബംഗാളിലെ വിവിധ ഗ്രാമങ്ങളിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അറിവ് നൽകുന്ന രേഖ. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ബംഗാളിലെ വിവിധ ഗ്രാമങ്ങളിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അറിവ് നൽകുന്ന രേഖ ഓപ്ഷൻ എ 5-ാം റിപ്പോർട്ട്. 5-ാം റിപ്പോർട്ടാണ് 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ ബംഗാളിലെ വിവിധ ഗ്രാമങ്ങളിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് അറിവ് നൽകുന്ന റിപ്പോർട്ട്. ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം. ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യമാണ് ഓപ്ഷൻ ഡി മഗധ.
മഗധമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സാമ്രാജ്യം. രവിവർമ്മ ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്ന സ്ഥലം. രവിവർമ്മ ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. രാജ രവിവർമ്മ ആർട്ട് ഗാലറി സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരാണ്. തിരുവനന്തപുരം ജില്ലയിലെ തന്നെ നന്ദൻകോട് രാജ രവിവർമ്മ പെയിൻറ്റിങ്സ് ആർട്ട് ഗാലറിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ആമുഖം. ആമുഖമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്ന്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഓപ്ഷൻ ഡി 1993. 1993 ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത്. കേരള നിയമസഭാ സ്പീക്കർ. ഇപ്പോഴത്തെ കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? AN ഷംസീർ. AN ഷംസീറാണ് ഇപ്പോഴത്തെ കേരള നിയമസഭാ സ്പീക്കർ. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിച്ചപ്പോൾ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ച് എത്ര കരാറിൽ അഥവാ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു? ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിച്ചപ്പോൾ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ച് എത്ര കരാറിലാണ് ഒപ്പുവെച്ചത്? ഓപ്ഷൻ ബി 5. 5 കരാറുകളിലായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിച്ചപ്പോൾ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ച് ഒപ്പുവെച്ചത്. റെഗുലേറ്റിംഗ് ആക്ട്. റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കിയത് ഏത് വർഷമാണ്? ഓപ്ഷൻ എ 1773. 1773 റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കിയത്. GST എന്നതിൻ്റെ പൂർണ്ണരൂപം. ഓപ്ഷൻ സി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നതാണ് GST എന്നതിൻ്റെ പൂർണ്ണരൂപം. കേരളത്തിലെ നെതർലാൻഡ്സ് എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ നെതർലാൻഡ്സ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി കുട്ടനാട്. കുട്ടനാടാണ് കേരളത്തിലെ നെതർലാൻഡ്സ് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഏതാണ്? ഓപ്ഷൻ ബി ബോംബെ. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സുപ്രീം കോടതിയിലെ ഔദ്യോഗിക ഭാഷ. സുപ്രീം കോടതിയിലെ ഔദ്യോഗിക ഭാഷ ഓപ്ഷൻ എ ഇംഗ്ലീഷ്. ഇംഗ്ലീഷാണ് സുപ്രീം കോടതിയിലെ ഔദ്യോഗിക ഭാഷ. ഇപ്പോഴത്തെ നമ്മുടെ രാഷ്ട്രപതി ആരാണ്? ഇപ്പോഴത്തെ നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ദ്രൗപദി മുർമുവാണ് ഇപ്പോഴത്തെ നമ്മുടെ രാഷ്ട്രപതി. കേരള ഭരണപരിഷ്കാര കമ്മീഷൻ്റെ അധ്യക്ഷൻ. കേരള ഭരണപരിഷ്കരണ കമ്മീഷൻ്റെ അധ്യക്ഷൻ VS അച്യുതാനന്ദനായിരുന്നു. കേരള ഭരണപരിഷ്കാര കമ്മീഷൻ്റെ അധ്യക്ഷൻ VS അച്യുതാനന്ദൻ 30 ജനുവരി 2021 ഈ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്ന് ഔദ്യോഗിക വെബ്സൈറ്റുകൾ പ്രകാരം ഈ പോസ്റ്റ് ഇപ്പോഴും വേക്കൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. നയി താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി വിഭാവനം ചെയ്തത് ആര്? നയി താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി വിഭാവനം ചെയ്തത് ഓപ്ഷൻ ഡി ഗാന്ധിജി. ഗാന്ധിജിയാണ് നയി താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി വിഭാവനം ചെയ്തത്. പാർലമെൻറ്റിന് ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം. പാർലമെൻറ്റിന് ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം പറഞ്ഞിരിക്കുന്ന അനുച്ഛേദം ഓപ്ഷൻ ബി അനുച്ഛേദം 368. അനുച്ഛേദം 368 പ്രകാരമാണ് പാർലമെൻറ്റിന് ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം ഉള്ളത്. ശിലകളുടെ മാതാവ്. ശിലകളുടെ മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആഗ്നേയ ശിലകൾ. ഓപ്ഷൻ സി ആഗ്നേയ ശിലകളാണ് ശിലകളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്. പുന്നപ്ര വയലാർ കലാപം. പുന്നപ്ര വയലാർ കലാപം നടന്നത്
ഓപ്ഷൻ ഡി 1946. 1946 പുന്നപ്ര വയലാർ കലാപം നടന്നത്. വേഷം മാറിയ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത്. വേഷം മാറിയ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻ എ ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു ബ്രിട്ടീഷുകാർ വേഷം മാറിയ രാജ്യദ്രോഹി എന്ന് വിശേഷിപ്പിച്ചത്. അടുത്തതായി ഇംഗ്ലീഷ് ചോദ്യങ്ങൾ. ദേ ആർ നീദർ ബ്രില്യൻറ്റ് നോർ ഹാർഡ് വർക്കിംഗ് ഡാഷ് question mark. Option B, are they? They are neither brilliant nor hardworking. Are they? Needu as well as her friends dash honored. Option A is. Needu as well as her friends is honored. Neither the boy nor his brothers dash happy. Option C are. Neither the boy nor his brothers are happy. You had better dash to the bus stop. Option D, walk. You had better walk to the bus stop. If had my breakfast dash. Option A, I would not be tired. If I had my breakfast, I would not be tired. Teacher to the boy consults a dictionary. The indirect form of the sentence is the teacher asked the boy dash. Option C, to consult a dictionary. We could not dash the inscription on the wall. Option A, make out. We could not make out the inscription on the wall. The lady kept dash arguing with the shopkeeper. Option D, on. The lady kept on arguing with the shopkeeper. One of the children dash intelligent. Option B is. One of the children is intelligent. 2 kilos of potatoes dash nothing to carry. Option D is. 2 kilos of potatoes is nothing to carry. The passive form of they have done it is. Option C, it has been done. By the time the president came dash. Option B, the inauguration had already been started. By the time the president came, the inauguration had already been started. This belongs to the lady dash we met in the train. Option A, whom. This belongs to the lady whom we met in the train. Blood is dash water. Option B, thicker than. Blood is thicker than water. The American equivalent of British word curtains is. Option C, drapes. Choose the correct spelt word, maintenance. Option D. It was the peak hour of the day
dash he had to stand in the bus. Option D, so. It was a peak hour of the day, so he had to stand in the bus. The antonym of accurate is option A, inaccurate. Which of the following is not a synonym of disciple? Option C, agnostic. What does the idiom to cut corners mean? To cut corners. Option B, to do something badly or cheaply to save money or time. അടുത്ത് വരുന്ന മാത്സ് ചോദ്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.